ഈ പെയിൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഒരാൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട് പെയിൻ്റ് അടിക്കാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത വാങ്ങുന്ന ഒരു 5 വർഷം കഴിഞ്ഞിട്ടോ ചിലപ്പോൾ അതിൽ മേലോട്ട് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉള്ളൂ, കുറയാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പെയിൻസിൽ ഇത്രയും ഡ്യൂറബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പെയിൻറ്റ് 5 വർഷത്തെ ഒരാളെ വാങ്ങുള്ളൂ. അപ്പം ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ സെല്ല് ചെയ്യുമ്പോൾ, അപ്പോൾ ഞാൻ പെയിൻറ്റ് വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നു വെച്ചാൽ ഓക്കെ ഞാൻ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ 5 വർഷം കഴിഞ്ഞിട്ട് വാങ്ങിക്കുള്ളൂ, അല്ലെങ്കിൽ ഐ വോണ്ട് ദ ബെസ്റ്റ് വൺ എന്നൊരു തോന്നൽ വരും. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പറയാം നിങ്ങളിത് വാങ്ങിച്ച് നോക്ക്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വട്ടം വീണ്ടും വാങ്ങിപ്പിക്കാം. ആ ഒരു രീതിയിൽ സെല് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി. ഇപ്പം സേ നമുക്ക് ഒരു സ്വിച്ച് എന്ന് വിചാരിക്കാം. ഈ സ്വിച്ച് ഇപ്പോൾ നമ്മൾ സ്വിച്ച് വാങ്ങിച്ച് വെച്ചിട്ട് അത് പോയി കഴിഞ്ഞ് വേറെ സ്വിച്ച് മേടിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചിലവുള്ള കാര്യമല്ല. സോ ഒരു പുതിയ ബ്രാൻഡ് ട്രൈ ചെയ്യുന്നതിലൊരു പ്രശ്നമില്ല. പക്ഷെ പെയിൻറ്റിലൊരു പുതിയ ബ്രാൻഡ് ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഭയങ്കര ഒരു ഹെക്ടിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം മോണിറ്ററിൽ മാത്രം നോക്കിയല്ല, ഒരു വീട് പെയിൻറ്റ് അടിക്കണമെങ്കിൽ തന്നെ എന്തോരം മെനക്കേട്, ആൾക്കാർക്ക് മാറിക്കൊടുക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാം കവർ ചെയ്യണം. അപ്പം വീണ്ടും പെയിൻറ്റ് അടിക്കുന്നതിനെ പറ്റി അതിനെപ്പറ്റി ചിന്തിക്കത്തുമില്ല. അപ്പോൾ ദേ വോണ്ട് ദ ബെസ്റ്റ്. അപ്പം ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡായിരിക്കും എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും അഡ്വർടൈസ്മെൻറ്റ്സും ഇത്രയും ഇതും കാണുന്ന ന്യൂസും അഡ്വർടൈസ്മെൻറ്റ്സ് മെയിൻലി കാണുമ്പോൾ ആൾക്കാർ ബിഗ് ജയൻസിലേക്ക് പോകും. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഐത്തേറിൻ്റെ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുന്നത് ടു ദീസ് പീപ്പിൾസ്? എന്നു ചോദിച്ചാൽ ഇപ്പം നോ ഡൗട്ട് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ് മാർക്കറ്റ് ലീഡർ. മോർ ദാൻ 50-55% മാർക്കറ്റ് ഷെയർ എൻജോയ് ചെയ്യുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ് തന്നെയാണ്. പിന്നെ അത് ആണ് പിന്നെ ബാക്കി കമ്പനീസ് വരുന്ന ബർജറും ഇപ്പം പുതിയ വന്ന ബിർലയുടെ ഓപ്പസ് ആണെങ്കിലും അതെ, അങ്ങനെ പല അതുണ്ട്. തീർച്ചയായിട്ടും അത് ആരോമൽ പറഞ്ഞ പോലെ ഒരു പെയിൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റാണ്. അത് അവർ വലിയ ഡീപ്പ് പോക്കറ്റഡ് കമ്പനിയാണ്. അങ്ങനെ ആകുമ്പോൾ അവർ ചെയ്യും. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും അതെ, ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ചെറിയ രീതിയിൽ അവർ പുള്ളിയെടുത്തു. പക്ഷേ പെയിൻറ്റർ അതിനെ കൊണ്ടുപോയിട്ട് ഇപ്പം 100 ടിന്നിനകത്ത് 2 ടിന്ന് ഞങ്ങളുടെയും പോകും. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് ഇനീഷ്യലുള്ള കാര്യം പറഞ്ഞത്. ഇനീഷ്യലി പോയി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നല്ല സാധനമാണെന്ന് പെയിൻറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പെയിൻറ്ററാണ്. ഓക്കെ, ബിക്കോസ് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രൊഡക്റ്റിനകത്ത് ചിലപ്പം ഞങ്ങളിടുന്ന അത്ര ടോക്കൺസ് ഇടില്ലായിരിക്കും. ടോക്കൺസ് എന്താ? ആ ടോക്കൺസ് ദാറ്റ് മീൻസ് അവർക്കൊരു ഒരു 200 രൂപയുടെ ഒരു ടോക്കൺ അത് കടയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് അമൗണ്ട് കിട്ടും. പെയിൻറ്റേഴ്സിന് വേണ്ടിയുള്ള ഇൻസെൻറ്റീവ് പോയിന്റ് പോലെ. അങ്ങനെ അവർ അതിൻ്റെ അനുസരിച്ച് എടുക്കുമ്പം, പക്ഷേ അത് അവർ കൊണ്ട് അടിച്ച് നോക്കുമ്പോൾ നല്ല സാധനമാണ്, ബെറ്റർ, ചില സമയത്തൊക്കെ ബെറ്റർ ദൻ ഏഷ്യനാണെന്നൊക്കെ പറയുന്ന വരുമ്പം അവരുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ആവും. അങ്ങനെ ആകുമ്പം അവർ 100 ടിന്ന് വിൽക്കുന്നതിന് 2 ടിന്ന് ഞങ്ങളുണ്ടായിരുന്നത് അത് 7 ടിന്ന് 8 ടിന്ന് 10 ടിന്നായി മാറും. ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പം ആക്ച്വലി ഒരു പെയിൻറ് എന്ന് പറയുന്ന സാധനം ഒരു ആൾക്കാരല്ല ചൂസ് ചെയ്യുന്നത്. ഐ മീൻ ഇപ്പം എൻ്റെ വീട് പണിയുന്നെങ്കിൽ എന്നെ പെയിൻറ്ററായിരിക്കും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം പെയിൻറ്ററിനെ ആണ് ഐത്തേറിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ഐ മീൻ ഐത്തേറിനെ പോലുള്ള ബ്രാൻഡ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ലൈക്ക് മോർ ദാൻ ക്രിയേറ്റിംഗ് എ ബ്രാൻഡ്, ഇങ്ങനെ പെയിൻറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്താൽ യു ക്യാൻ സെൽ ദ പ്രൊഡക്റ്റ് എന്നാണ് ഐത്തേടെ പറയുന്നത്. അതെ, ഇപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഇപ്പം ഏഷ്യൻ പെയിൻറ്റ്സ് ഇത് നമ്മൾ പറഞ്ഞ സാധനം ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പെയിൻറ്റർമാരും ഉണ്ട്, പിന്നെ കടകളും ഉണ്ട്. ഓക്കെ, ഇതിൽ ഈ ബിസിനസ് എത്ര വലിയ മാർജിനുള്ള ബിസിനസ്സാണോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ? ഓവറോൾ ആയിട്ട് മാർജിൻ നല്ലപോലെ ഉണ്ട്. പക്ഷേ നമ്മുടെ എക്സ്പെൻഡിച്ചറും ദാറ്റ് മീൻസ് ഫിക്സ്ഡ് എക്സ്പെൻസസും അതുപോലെ തന്നെയുണ്ട്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ പെയിൻറ്റ് ആക്ച്വലി അതിൻ്റെ ഒരു ലൈഫ് പീരീഡ് എത്രയാണ്? ഐ മീൻ ഒരു ലൈഫ് പീരീഡ് എത്രയാണ്? ഇപ്പോൾ പെയിൻറ്റ് ഇപ്പം ഇന്ന് മാനുഫാക്ചർ ചെയ്തെങ്കിൽ ദാറ്റ് പെയിൻറ്റ് ഷുഡ് ബി കൺസ്യൂംഡ് വിത്തിൻ എത്ര, അങ്ങനെ ഉണ്ടോ? ഷെൽഫ് ലൈഫ് അല്ലേ ഉദ്ദേശിക്കുന്നത്? ഷെൽഫ് ലൈഫ്, യാ. ഇതിനകത്ത് പറയുന്ന ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഞങ്ങൾ പല ടൈമിലും ഞങ്ങൾ ബക്കറ്റിൽ എഴുതുന്നത് 5 വർഷമൊക്കെ എഴുതും. പക്ഷേ നമ്മൾ 3 to 4 years ഈസിലി ഇൻ കെയിൻ എന്ന് പറഞ്ഞാൽ ആ കെയിനകത്ത് ഓപ്പൺ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നും വരത്തില്ല. ഓക്കെ, 3 to 4 years ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. 3 to 4 years. ഓക്കെ, ഈ പെയിൻറ്റിൻ്റെ കളർ മിക്സ് ചെയ്യുന്നത് ഒരു മെഷീനില്ലേ, അതും ഏഷ്യൻ പെയിൻറ്റ്സ് അല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അതെ. അത് ആക്ച്വലി അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങളുടെ മാർക്കറ്റിംഗ് മിക്സ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ആക്ച്വലി അതിന് വേണ്ടിയുള്ള ബേസിസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഒരു പെയിൻറ്റ് ദാറ്റ് മീൻസ് ഞങ്ങളൊരു സ്മൂത്ത് എന്ന് പറഞ്ഞൊരു കാറ്റഗറി എക്സ്റ്റീരിയർ എമൽഷൻ, അതിനകത്ത് സ്മൂത്ത് വൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ബേസസ് കംപ്ലീറ്റ് ഉണ്ട്. ബേസ് 2, ബേസ് 7, ബേസ് 17, ബേസ് 21. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഈ കളർ ടിൻറ്റിന് ഇപ്പോൾ 2000 കളർ ടിൻറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഈ ബേസസ് ഉണ്ടാക്കിയിട്ട് അത് ഈ ടിൻറ്റിങ് മെഷീനിൽ വെക്കുമ്പോഴാണ്, ടിൻറ്റിങ് മെഷീനിൽ വെക്കുമ്പോൾ ടിൻറ്റ് ചെയ്യും. ആ ബേസിനനുസരിച്ച് കമ്പ്യൂട്ടർ പറയും ഇത്ര കളറിൻ്റെ ഒഴിക്കണം എന്നുള്ളത്. അത് അതിനകത്ത് ബേസിക് കളേഴ്സ് ഏതൊക്കെയാണ്? ബേസ് ഇതെല്ലാം വൈറ്റ് ആണ് വരുന്നതല്ല.
എല്ലാം വൈറ്റ് ആണ്. എല്ലാം വൈറ്റാണ് വരുന്നത്. ഒരു 17 ബേസ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഉണ്ടാക്കുന്നത് യെല്ലോ ബേസ്, ഓക്കെ. പിന്നെ റെഡ് ബേസും ഉണ്ട്. അത് ഞങ്ങൾ ഇപ്പം ഉണ്ടാക്കുന്നില്ല. 17 ബേസ് വരെ ഞങ്ങൾ ഉണ്ടാക്കുന്നു. 21 ബേസ് നല്ല ഡീപ്പ് ബേസ്. ഓക്കെ. ഇതിനകത്ത് ഈ കളറിൻ്റെ ക്വാണ്ടിറ്റി വീഴുമ്പോഴാണ് ആ സെയിം കളർ നമ്മൾ ഗാരോ ഷേക്കർ എന്ന് പറയും, അതിനകത്ത് മിക്സ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ. അതെ, അത് പിന്നെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഷെയ്ഡ് കാർഡിന് വെച്ച് നോക്കുമ്പോൾ സെയിം കളർ കിട്ടും. ഓക്കെ. ആ മെഷീൻസ് ആക്ച്വലി ഡയറക്റ്റ് സ്റ്റോഴ്സ് വാങ്ങിക്കുന്നതാണോ അതോ ഏതെങ്കിലും പെയിൻറ്റ് കമ്പനി കൊടുക്കുന്നത്, അങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ബിസിനസ് മോഡൽ? ഇത് ആക്ച്വലി ഇപ്പം ഏഷ്യൻ പെയിൻറ്റ്സ് ആണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ സാധനം മെഷീൻ കൊടുക്കും. ഓക്കെ. പുതിയ കമ്പനി അതിന് അവരുടെ അത് കൊടുക്കും. ഓക്കെ. അപ്പം നിങ്ങൾ ആക്ച്വലി ആ മെഷീൻ വയ്ക്കുന്നുണ്ടോ, വെച്ച് കൊടുത്തിട്ട്? നമ്മൾക്ക് ഇപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ബിക്കോസ് ഒരു പെയിൻറ്റ് സ്റ്റോറിനകത്ത് ഓൾറെഡി 2, 3, 4 മെഷീൻസ് ഉണ്ട്. ഇതിനകത്തല്ലാതെ നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് ടിൻറ്റ് ചെയ്താൽ സെയിം കളർ കിട്ടുകയും ചെയ്യും. അത് പോസിബിൾ ആണോ? ഐ മീൻ ആക്ച്വലി ഇപ്പം ഏഷ്യൻ പെയിൻറ്റ്സ് വെച്ച് കൊടുക്കുന്ന മെഷീനിൽ നിങ്ങളുടെ പെയിൻറ്റ് അവർ സമ്മതിക്കുമോ യൂസ് ചെയ്യാനായിട്ട്? സമ്മതിക്കും. അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സുകാർ സമ്മതിക്കണമെന്നില്ല, അത് കടക്കാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇറ്റ്സ് ദെയർ പ്രോപ്പർട്ടി. ഈ കളേഴ്സ് എന്ന് പറഞ്ഞല്ലോ, ആക്ച്വലി 2000 കളേഴ്സ് എന്ന് പറഞ്ഞു. ഈ 2000 കളേഴ്സ് ഉണ്ടാക്കുന്നത് ബേസിക്കലി 4 കളറിൽ നിന്നാണോ, എങ്ങനെയാണത്? ഈ 4-5 ടൈപ്പിൻ്റെ ബേസ് കൊണ്ടാണ്. ഈ കളേഴ്സ് എല്ലാം ഉണ്ടാകും. അതെ, ഞങ്ങൾക്ക് 5 ടൈപ്പിൻ്റെ ബേസ് ഉണ്ട്, പക്ഷേ ഏഷ്യനൊക്കെ 8 ടൈപ്പിൻ്റെ ബേസ് ഉണ്ട്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ 4 വെച്ചിട്ട് അപ്പോൾ എത്ര കളേഴ്സ് വരെ? നമുക്ക് 2000 കളേഴ്സ് നമ്മൾ അതിനനുസരിച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ 7 വെച്ചിട്ടാണെങ്കിലോ? ഇപ്പോൾ 7 വെച്ചിട്ടാണെങ്കിലും അതേ ഉണ്ടാക്കുന്ന അത്ര തന്നെയാണ്. ബിക്കോസ് പക്ഷേ എന്നാന്ന് വെച്ചാൽ ഇപ്പം എല്ലാ കടയിലും എല്ലാ ബേസ് ഇരിക്കും വെക്കണമെന്നില്ല. അവർ മൈന്യൂട്ടായിട്ട് ഉള്ള ആ ഒരു കളർസിന് വേണ്ടി പോലും ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഒരു 5 ബേസ് 6 ബേസ് കൊണ്ട് തന്നെ കാര്യമില്ല, നടക്കും എല്ലാ കളേഴ്സിനും. അപ്പം ആക്ച്വലി നമ്മൾ അവിടെ വെച്ച് തന്നെ കളർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിക്കാനായിട്ട് വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതെ. ഓക്കെ.